ആദ്യം കണ്ടത് നമ്മുടെ യുവാനിയസ് കോളേജിന്റെ ക്യാൻറ്റീനിൽ വെച്ചാണ്. അതെ, അവിടെ വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡിന്റെ ഇടയ്ക്ക് വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡല്ലേ, ഞാനന്ന് ചീറ്റ് മീലാണ് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കും. പഴംപൊരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരുലത അവിടെ എത്തുന്നത്. ഓക്കെ, ഒരു ക്രിക്കറ്റ് പിച്ചാണ് പ്രതീക്ഷിച്ചെങ്കിലും ഒരുപക്ഷെ ചാരുവിനെ ചാരത്ത് നിർത്താനുള്ള എന്താ പറയുക ഒരു ഉദ്ദേശം സഞ്ജുവിനുണ്ടെന്ന് ഈ ഷോ സ്വമേധയാ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് വന്നൊരു വിഷുവാണ്. ഇതെന്താ സംഭവം? കോളേജിന്റെ താഴെയുള്ള കട എപ്പോഴും അവിടെ പോവുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ ചാരുലതയ്ക്ക് സഞ്ജുവിന്റെ ക്രിക്കറ്റ് പിച്ചിനേക്കാളും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ഒരു പിച്ച് ഇതാണ് അല്ലേ? അവിടെ പോയിട്ട് മിൽക്ക് ഷേക്ക് ഒക്കെയാണ് കുടിക്കുന്നത്. മിൽക്ക് ഷേക്ക് ഐസ്ക്രീം കഴിച്ചാൽ ഷുഗർ കഴിച്ചു വയറ് ചാടും. അപ്പൊ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ കുറവാണ് കഴിച്ചിട്ടുള്ളത്. ചാരു ഇടയ്ക്കൊക്കെ കഴിക്കും. ചാരു ഇടയ്ക്ക് ഐസ്ക്രീം കഴിക്കും. അപ്പം സഞ്ജു പിന്നെ നിരുത്സാഹപ്പെടുത്തും. ഇടയ്ക്ക് കഴിക്കരുതെന്ന് പറയും. ഇല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. പക്ഷെ മിൽക്ക് ഷേക്കിലും ഒരുപാട് ഷുഗറും മറ്റൊക്കെ ഇല്ലേ? ഇല്ല, ഞാൻ ഷുഗർ ഇല്ലാത്ത മിൽക്ക് ഷേക്ക് ആണ് പറയുന്നത്. ഷുഗർ ഇല്ലാത്ത മിൽക്ക് ഷേക്ക്, അതെ, ഡ്രൈ ഫ്രൂട്ട്സും പാലും മാത്രം ചേർന്നിട്ടുള്ള ഒരു നമ്മുടെ പ്രോട്ടീൻ കൂടുതൽ. പ്രോട്ടീൻ വരട്ടെ. ഹായ് സഞ്ജു, ഹായ് ചാരു. ഞാൻ ഇവാനസിൽ ജോയിൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ഫ്രണ്ടാണ് ചാരു. എന്തെങ്കിലും ബോറിംഗ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ചാരുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്തെങ്കിലും വരച്ചോ പറഞ്ഞോ ഒക്കെ ഇരിക്കും. ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ചാരു. അതുപോലെ തന്നെ ചാരുവിനൊരു മെച്ചുവേർഡ് സൈഡും ഉണ്ട്. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ആലോചിച്ച് ഒക്കെ എടുക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഡിസിഷനാണ് സഞ്ജു സാംസൺ. സഞ്ജുവിനെ ഞങ്ങൾക്ക് കോളേജിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് സഞ്ജുവിനെ അറിയായിരുന്നു. പക്ഷേ ചാരു വഴിയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സഞ്ജുവിനോട് സംസാരിക്കുകയും ക്ലോസ് ആയിട്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. സഞ്ജു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ കെമിസ്ട്രി ആയിരുന്നു. രണ്ടും രണ്ട് സ്ഥലത്താണ്. അപ്പോൾ സഞ്ജു എങ്ങനെ ആദ്യമായിട്ട് ചാരുവിനെ പരിചയപ്പെട്ടത്? അല്ല, എനിക്ക് ഈ കുട്ടികൾ സംസാരിച്ച് കേൾക്കുമ്പോൾ വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും വളരെ ടോക്കറ്റീവാണ്. ചാരുലതയാണെങ്കിൽ ബോറടിക്കുന്ന ക്ലാസ്സുകളിൽ കൂടിയിരിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് രസം പകർന്നു കൊടുക്കുന്ന ആളാണ്. നന്നായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരച്ചുകൊണ്ടിരിക്കും. അത്ര നല്ല ഇംഗ്ലീഷിലും കെമിസ്ട്രിക്കും ഇടയ്ക്ക് ഒരു കെമിസ്ട്രി നിങ്ങൾ ഉണ്ടാക്കിയത്, ഒരു ബയോ കെമിസ്ട്രി. എന്താണ് ആ ബയോ കെമിസ്ട്രി? എങ്ങനെ വന്നു സഞ്ജു? കെമിസ്ട്രി ആദ്യം കണ്ടത് നമ്മുടെ യുവാനിയസ് കോളേജിന്റെ ക്യാൻറ്റീനിൽ വെച്ചാണ്. അതെ, അവിടെ വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡിന്റെ ഇടയ്ക്ക് വെച്ചാണ് കണ്ടത്. പ്രോട്ടീൻ ഫുഡല്ലേ, ഞാനന്ന് ചീറ്റ് മീലാണ് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കും. പഴംപൊരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചാരുലത അവിടെ എത്തുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ നിപ്പുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ പഴംപൊരിയൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ നടന്നു പോയി. ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടുണ്ട് ഓഡിറ്റോറിയമിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ, അങ്ങനെ ഇടയ്ക്കിടെ കാണാറുണ്ട്. ചാരുലത മനസ്സിൽ പതിഞ്ഞത് എപ്പോഴാണ് സഞ്ജു? പതിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല്, അപ്പൊ ഞാൻ അങ്ങനെ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കാൻ പോയി. ഒരു ദിവസം കോളേജിൽ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ കഴിഞ്ഞ് റൂമിലെത്തി ഫേസ്ബുക്ക് എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നു. അപ്പം ഞാനത് പ്രൊഫൈൽ ഫോട്ടോ നോക്കിയപ്പോൾ അതിൽ ചാരുലത ഉണ്ട്, ഫോട്ടോ DP ആയിട്ട്, പ്രൊഫൈൽ പിക്ചറായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, ആരാണ് കൂടെ നിൽക്കുന്നത്, എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ പറഞ്ഞ് ചാരുലത എന്നാണ് പേര്, വയനസിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഈ കുട്ടിയെ ഞാൻ ക്യാൻറ്റീൻ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചു ഫേസ്ബുക്കിൽ, ചാരുലതയ്ക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഒരു പഴം പൊരിച്ചതുണ്ടാക്കിയ ഒരു സ്നേഹബന്ധം അല്ലേ? സഞ്ജു ചാരുലതയുടെ സുഹൃത്തുക്കളെയൊക്കെ പാട്ടിലാക്കിയ അവരൊക്കെ ഇപ്പോൾ സഞ്ജുവിന്റെ ആരാധകരായി മാറി. അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമല്ലേ, ആദ്യം അതായിരുന്നു. അവരൊക്കെയാണ് പിടിക്കേണ്ടത്. ചാരുലതയെ നമ്മുടെ കൂടെ നിർത്തണമെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ പിന്നെ ആ സൈന്യത്തെയാണ് നമ്മുടെ കൂടെ നിർത്തുന്നത്. ഇതൊക്കെ ആര് പറഞ്ഞു സഞ്ജു? ഒരു കഴിവുണ്ട് എനിക്ക്, എല്ലാവർക്കും ഉള്ള ഒരു കഴിവാണ്, നൈസർഗികമായി വന്നതാണ്. വരട്ടെ. ചാരുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും ചാരുവും 2 ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് കോഴ്സിന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സോ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായതും. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ ചാരു, വി യൂസ് ടു മേക്ക് വളരെ സ്ട്രേഞ്ച് കോഡ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഈ ഫ്രഞ്ച് ക്ലാസ് വളരെ എൻ്റർടൈനിങ് ആക്കുമായിരുന്നു. Another remarkable memory you might know, we were part of one of the main events in college. We were in the final 3. അത് എന്നും എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ്.
ആൻഡ് വിത്ത് സഞ്ജു എനിക്ക് തോന്നുന്നു I am one among the first list of friends of his who came to know about their relationship. ഞാൻ എപ്പോഴും അവനോട് പറയും, എനിക്ക് നിങ്ങളെ കാണുമ്പോഴെല്ലാം അതാ ഓർമ്മ വരുന്നത്. ദാറ്റ് നൈറ്റ് വെൻ യു കോൾ മീ അപ്പ് ആൻഡ് ടോൾ മീ, എനിക്കിങ്ങനെ ഒരാളോട് ഫീലിങ്സ് ഉണ്ട്. അപ്പം തുടക്കത്തിൽ ഐ വാസ് ലൈക്ക് നീ ഭയങ്കര പ്ലേഫുള്ളായിട്ട് പറയാണ്. പക്ഷേ പിന്നീട് നിങ്ങളുടെ ആ ഒരു ഗ്രഡേഷൻ കണ്ടപ്പം ഐ ഫെൽ ലൈക്ക് യു ആർ ക്വൈറ്റ് സീരിയസ്. നമ്മുടെ കോളേജിലുള്ള എല്ലാവർക്കും ഒക്കെ കുറച്ച് പേർക്കൊക്കെ അറിയാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷെ പലർക്കും നിൻ്റെ ഒരു സ്റ്റേറ്റസ് വെച്ച് ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഉള്ളിൽ എന്തോ ഒരു ഉറപ്പുണ്ടായിരുന്നു, ദിസ് ഇസ് ഗോണ വർക്ക് ഔട്ട് ആൻഡ് യു ആർ ഹിയർ. സോ ഹാപ്പി ഫോർ യു. എൻ്റെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ, ഇൻ എനി റിലേഷൻഷിപ്പ് ഫോർ ദാറ്റ് മാറ്റർ, ഇഫ് ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ്, എ ലവ് റിലേഷൻഷിപ്പ് ഓർ എ മാരിഡ് ലൈഫ്, there is this union of imperfection that's happening. So in your case, this question is for both of you. Which is that perfect imperfection that keeps your bond alive? Thank you. All the very best. എൻ്റെ നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഇങ്ങനത്തെ ചാരുമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തായിരുന്നു ആദ്യം പറഞ്ഞത്. ഷെയർ ചെയ്തു. ആ കുട്ടിയോടാണ് ഷെയർ ചെയ്തത്. ആ കുട്ടി പോയിട്ട് ചാരുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല. ഞാനല്ലേ ആദ്യം പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു മൂപ്പർ? ഹാപ്പി ഫോർ യു ഇങ്ങനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരത്തിന്റെ കംപ്ലീറ്റ് അല്ലേ? ഇപ്പൊ ചോദ്യം ചോദിച്ചപ്പോഴും ചില സാധനങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. എനിക്ക് മനസ്സിലാവാറില്ല. ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വലിയ മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ ഞാൻ അർത്ഥമൊക്കെ ചോദിക്കാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം കുറച്ച് പാടാണ്. പെർഫെക്ഷനിലല്ല റൊമാൻസ് കാണുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള സ്വാമ്യമല്ല, സാമ്യമില്ലായ്മ, പൊരുത്തമില്ലായ്മ, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ എന്തായിരിക്കും നമ്മൾ തമ്മിൽ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പെട്ടെന്ന്, ഒരു വലിയ ഡിസിഷൻ ആയാലും ചെറുതായാലും ഞാൻ പെട്ടെന്ന് അങ്ങ് എൻ്റെ ഫീലിനനുസരിച്ച് ഡിസിഷൻ എടുക്കും. പക്ഷെ ചാരുലതെന്ന് വെച്ചാൽ ആ സെയിം ഡിസിഷൻ ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസമൊക്കെ ആലോചിച്ച് അതിന്റെ എല്ലാ സൈഡ് നോക്കി. ചാരുലത ഒരു തിങ്കറാണ്. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ച് അത് സോക്രട്ടീസിന്റെ പ്ലേറ്റോടെ ഗണത്തിൽപ്പെടുത്താവുന്ന അതല്ലേ നമ്മൾ തമ്മിൽ. അങ്ങനെ എനിക്ക് അതാണ് തോന്നുന്നത്. അതായത് ഇപ്പൊ സഞ്ജു ഇൻസ്റ്റന്റ് ആണ്, ഡിസിഷൻ എടുക്കേണ്ടതാണെന്ന് അപ്പോൾ എടുക്കും. അല്ലാതെ ഒരുപാട് പ്രാവശ്യം മനസ്സിന് ഇങ്ങനെ കണക്കൂട്ടി അതൊന്നും ചെയ്യില്ല. ചാരുലത കംപ്ലീറ്റ് മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് അതാണ്. അപ്പൊ യഥാർത്ഥം നിങ്ങൾക്കിടയിൽ ആ പൊരുത്തമില്ലായ്മയാണ് വലിയ പൊരുത്തം. രണ്ടുപേരും ഫാസ്റ്റ് ആണെങ്കിൽ അടി അപ്പം പൊട്ടി. അത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സത്യം. അപ്പൊ ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ഒക്കെ ചെയ്യുമ്പോൾ ആ രീതിയിലും ചിന്തിച്ച് എൻ്റെ അടുത്ത് വരുമ്പോഴും അപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ. പിന്നെ ഇത്രയും 2 ദിവസമൊക്കെ എടുക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കും. അപ്പോൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണത്. സഞ്ജുവിനെ ഒന്ന് ജാഗ്രതപ്പെടുത്തുന്നതിൽ ചാരുലതയ്ക്ക് ഒരു പങ്കുണ്ട് ഇപ്പോൾ അല്ലേ? ഈ അടുത്ത കാലത്ത് സഞ്ജുവിന് ചാടിക്കേറി ഒരു കാര്യം ചെയ്യുന്നതെന്ന് ചാരുലത വിലക്കിയതായിരിക്കും. വിലക്കിയിട്ടൊന്നുമില്ല. ഞാനൊരു അഭിപ്രായം പറയത്തില്ല. അല്ല, ഓരോന്ന് ചോദിക്കുമ്പോ ഒരു അഭിപ്രായം പറയും. അതിപ്പം അങ്ങനെ വേണ്ട, ഇങ്ങനെ കൊള്ളായിരിക്കും എന്നൊക്കെ പറയും. അല്ലാതെ അങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓ ശരി. വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആണോ? മൃദുഭാഷിയാണോ? പിന്നെ ഭയങ്കര ആണോ? വരട്ടെ എന്താണ് ചാരുവിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനും ശില്പയും വഴക്ക് കൂടാറുണ്ട്. അപ്പോൾ അതേപോലെ അവിടെ ഏത് രീതിയിലാണ് വഴക്ക് കൂടുന്നത്, ആരാണ് വഴക്ക് സോൾവ് ചെയ്യാനുള്ള മുൻകൈ എടുക്കുന്നതെന്ന് അറിയണമെന്നുണ്ട്. ഇത് സഞ്ജുവിന് ചേട്ടനല്ലേ? മുപ്രേ പിന്നെ സഞ്ജു ഓവർടേക്ക് ചെയ്ത് പ്രണയത്തിൽ. വരട്ടെ, ഞാൻ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം യഥാർത്ഥത്തിൽ എന്താണെന്ന് നോക്കട്ടെ. ക്രഷർ സിസി, നമ്മളന്ന് ഒരു 6-7 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. ഞാനും സഞ്ജുവും പ്രാക്ടീസ് കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാനിരിക്കുന്ന സമയത്ത് അവൻ എന്നെ ഉപദേശിക്കുകയായിരുന്നു, അച്ചായോ ഈ ലവിലൊന്നും പോയി തല വെച്ച് കൊടുക്കില്ല, അത് ശരിയല്ല. അപ്പോൾ ഞാനും വളരെ സീരിയസ് ആയിട്ട് പറയായിരുന്നു, ശരിയാണ്, അങ്ങനെ അല്ലെങ്കിൽ ആരാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും അവനാണ് എന്നെക്കാളും 1.5 വർഷം മുമ്പ് സീനിയറായിട്ടിരിക്കുന്നത്. അവനാണ് ആദ്യം പോയി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റിനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇതെങ്ങനെ ഈ മാറ്റം ഉണ്ടായി? എന്തെല്ലാം വെളിപ്പെടുത്തലാണ് നോക്ക്. സ്വന്തം ചേട്ടനോട് പറഞ്ഞു, എടാ ലവിലൊന്നും പോയി ചായ ചാടിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ മൂപ്പരെ ഇങ്ങനെ വളരെ ഇതിൽ മാറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി.
അത് കഴിഞ്ഞ് മൂപ്പരോട് പറയാതെ പോയിട്ട് ലവിൽ പോയി തല വെച്ചു. ഇല്ല അത് കുഴപ്പമില്ല, അതൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നെ മാറിയപ്പോൾ പോയി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വഴക്കുണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മെയിനായിട്ട് ചാരുവാണ് സോൾവ് ചെയ്യുന്നത് അല്ലേ? അതെന്താണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ചാരുവാണ് സോൾവ് ചെയ്യുക? ആദ്യം മിക്ക പെർസെൻറ്റേജ് കൂടുതൽ ചാരുവാണ്, ഞാൻ ചെയ്യത്തില്ല എന്നില്ല. സഞ്ജു വഴങ്ങി തരില്ല അല്ലേ? കുറച്ച് പിടിവാശി കുറച്ച് കൂടുതലാണ്. അതെ അതെ, കുറച്ച് കൂടുതലാണ്, കുറച്ചേറെ കൂടുതലാണ്. പിടിവാശി എന്നല്ല, സഞ്ജുവിന്റെ രീതിയുണ്ട്, അത് അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്കത് തീർക്കണം. അപ്പം സഞ്ജുന് അങ്ങനെയൊന്നുമില്ല. സഞ്ജുന് ഒരാഴ്ച കഴിഞ്ഞ് തീർത്താലും മതി, എനിക്കപ്പം തന്നെ തീർക്കണം. ഒരു ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നും, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചങ്ങ് തീർക്കും. ഒരാഴ്ചയോ? അതെന്താണോ സഞ്ജു ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഒരാഴ്ച കുറച്ച് കൂടിപ്പോയി. എന്നാലും കുറച്ചുകൂടി മനക്കരുത്ത് നമുക്കാണ്. അതെ.